ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മളെ വീട്ടിൽ മക്രോണി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഇഫ്താറിന് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിക്കോ. ഓയിൽ ഫ്രൈ ചെയ്തിട്ടുള്ള സ്നാക്സ് റെസിപ്പിയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. പ്രത്യേകിച്ചിട്ട് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. മക്രോണിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നതല്ല കുട്ടികൾക്ക്. അപ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മക്രോണി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായി തിളച്ച വെള്ളത്തിൽ നമ്മൾ സാധാ മക്രോണി വേവിക്കുന്നത് പോലെ തന്നെ ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് 2 കപ്പ് മക്രോണി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് ഷേപ്പിലുള്ള മക്രോണി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കോമൺ ആയിട്ട് കാണുന്ന ആ ഒരു മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബോൺലെസ് ചിക്കന് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്യൂല അതേപോലെ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബോൺലെസ് ചിക്കൻ ഇല്ല എല്ലാം കൂടിയിട്ടുള്ള പീസാണെങ്കിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള സെയിം ഓയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു 3 സവാള ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മസാലപ്പൊടികളായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു പച്ചമണം മാറിയാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഒറിഗാനോ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് വേണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ചിട്ടുള്ള മക്രോണി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാൻ, ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ മല്ലിയില ആവശ്യമെങ്കിൽ മല്ലിയിലയും കൂടി ഇട്ടാൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതേപോലെ മക്രോണി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ഒരു ബൗളിലേക്ക് നമ്മൾ മിക്സ് ചെയ്യേണ്ട ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഞാനൊന്ന് നമ്മുടെ ഒരു വീഡിയോക്കും പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും ഡിഫറെൻറ്റ് കളറായിട്ടുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മക്രോണീൻ്റെ മസാലയില്ല അതോടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു മുട്ടയൊക്കെ എല്ലാ മക്രോണീൻ്റെ എല്ലാത്തിലും എത്തണം. അങ്ങനെ എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലിട്ടിട്ടുള്ള ക്യാപ്സിക്കം ഓപ്ഷണലാണ്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ഞാൻ ഒന്ന് നല്ലൊരു കളർഫുൾ ആകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഡിഫറെൻറ്റ് കളറായിട്ടുള്ള ക്യാപ്സിക്കം കയ്യിലുള്ളതുകൊണ്ട് 3 തരം ക്യാപ്സിക്കം പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ പോള ഉണ്ടാക്കുന്ന പോട്ട് സ്റ്റൗ ഓണാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു പോളേൻ്റെ മിക്സ് ഇല്ല അത് അതിലേക്ക് ഇതേപോലെ എല്ലാ ഭാഗത്തും ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് 1 സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ മക്രോണി മേലെ ഇങ്ങനെ ഒരു ഷേപ്പില്ലാണ്ടാണ് ഉണ്ടാവാൻ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടിയിൽ ഇതേപോലത്തെ പഴയ ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു പോള കഴിക്കാൻ വേണ്ടിയിട്ട്. നന്നായി തണിഞ്ഞതിന് ശേഷം മാത്രം വേണം നമ്മൾ പോള ഈ ഒരു പോട്ടിൽ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുറിഞ്ഞു പോകും കേട്ടോ. ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. ലാസ്റ്റായിട്ട് ഫുള്ള് ഇത് ചൂടാറിയതിന് ശേഷം മാത്രം എടുത്താൽ മതി കേട്ടോ. ഇതാ നന്നായിട്ട് ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ മൊസല്ല ചീസെല്ലാം ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് വെപ്പിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിനേക്കാളും. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഇത് തന്നെ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.